മോദി വേറെ വഴി കൂടി ഈ ബില്ല് കൊണ്ടുവരും. കാരണം ഇച്ഛാശക്തിയോടുകൂടി ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഭരണകൂട നിർമ്മാണത്തിൽ എല്ലാം ഉള്ള അവകാശം സ്ഥാപിച്ചു കൊടുത്തിട്ട് എന്തായാലും മോദി കസേരയിൽ നിന്ന് മാറുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ അവർ മൂട്ടകളായിട്ട് ജനിക്കണം. അല്ലെങ്കിൽ കസേരകളിൽ, പ്രധാനമന്ത്രിയുടെ കസേരയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ, മന്ത്രിമാരുടെ കസേരകളിൽ ഇരിക്കണമെങ്കിൽ അവർ മൂട്ടയായിട്ട് ജനിക്കണമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളിന്ന്. അത് മാറ്റുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ഓരോ പുരോഗമന ആശയക്കാരൻ്റെയും ഒരു പ്രവൃത്തിപഥമാണ്, കടമയാണ്. ആ കടമയാണ് നരേന്ദ്രമോദി അവിടെ സ്വീകരിച്ചത്. അത് പരാജയ ബോധമല്ല. ഇതിൽ ആരാണ് എക്സ്പോസർ ആയിരിക്കുന്നത്? നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയാണ്. ഒരു കാര്യവുമില്ല. ഡിലിമിറ്റേഷന്റെ പേര് പറഞ്ഞ്, ഡിലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു നീതികേടാണോ? ഡിലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആരാ ഡിലിമിറ്റേഷൻ നടത്തുന്നത്? പ്രധാനമന്ത്രി എന്നാണോ ഡിലിമിറ്റേഷൻ നടത്തുന്നത്? അല്ല, സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയാണ്. ഗവൺമെന്റിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ജഡ്ജിയുടെ മേൽ നടത്താൻ പറ്റുമോ? ജഡ്ജി എന്ന് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇതിന്റെ സൗജന്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ സൗജന്യങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പേരുണ്ട്. ആ പേര് നശിപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. പിന്നെ ഇതെ സഹായിക്കുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരാണ്. കേരളത്തിൽ വരുമ്പോൾ ആരാണ്? കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരാണ് സഹായിക്കുന്നത്. കോൺഗ്രസ് ആയിരിക്കും പല സംസ്ഥാനങ്ങളും. അപ്പൊ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 2035 ആ ഒരു കാലഘട്ടം ആകുമ്പോൾ ഈ ബില്ല് പാസ്സാകുമെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ പാസ്സാകട്ടെ അല്ലെ? അങ്ങനെയല്ല, അത് അതിന് മുമ്പ് തന്നെ പാസ്സാക്കാനുള്ള വഴികളുണ്ട്. കാരണം ഇതിപ്പോ ഡിലിമിറ്റേഷൻ ആണല്ലോ ഒരു പരാതി കേട്ടോ. ഡിലിമിറ്റേഷൻ ഇല്ലാതെ തന്നെ കൊണ്ടുവരും. ഡിലിമിറ്റേഷന്റെ ആ കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡിലിമിറ്റേഷന്റെ കാര്യം ഇല്ലാതെ കൊണ്ടുവന്നാൽ ഇവരിത് പാസ്സാക്കുമോ എന്നുള്ള അറിയാം. അതിന് വേറൊരു ഭേദഗതിയും കൂടെ വേണ്ടി വരും ഭരണഘടനയ്ക്ക്. ഡിലിമിറ്റേഷൻ ഈ പറഞ്ഞ 324 വകുപ്പ് 324 വകുപ്പ് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് നമ്മുടെ സബ്ജക്ട് കറക്ഷൻ. ആ വകുപ്പ് അനുസരിച്ചുള്ള ഡിലിമിറ്റേഷനെ ഡീലിംഗ് ചെയ്യാൻ മറ്റൊരു ഭേദഗതി കൂടെ കൊണ്ടുവന്നാൽ മതിയല്ലോ. സാങ്കേതികമായിട്ട് ഇതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇത് തന്നെ പറയുകയുണ്ടായി. നിങ്ങൾക്ക് അതാണ് പ്രശ്നം. ശരി, നിങ്ങൾക്ക് അതാണ് പ്രശ്നമെങ്കിൽ 1 മണിക്കൂറിനകം തിരുത്തി ഞാൻ കൊണ്ടുവരാം, വനിതാ സംവരണം നടപ്പാവട്ടെ. അപ്പോഴും എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ 1 മണിക്കൂറല്ല, 2 ദിവസം എടുത്തായാലും ശരി ഈ ബില്ല് പുതിയ രൂപത്തിൽ വരും. അന്ന് ഈ പറഞ്ഞ വാദങ്ങൾ പറഞ്ഞ് അതിന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പേ അത് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അംഗീകരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത്.